ഒരുപാട് സ്ക്രിപ്റ്റുകൾ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ നല്ല ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അപ്പം ജാനെ പോലുള്ള ഒരു ആക്ടറെ നമുക്കറിയാം, സ്ക്രിപ്റ്റ് റൈറ്റർ മുമ്പിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു അത്? ഇവന് എനിക്ക് ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛൻ, എന്റെ ചേട്ടൻ, ഇവർക്കൊക്കെ എഴുത്ത് ഇവരുടെ കഥാപാത്രത്തെ എഴുതുന്നതിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവർക്ക് എഴുത്ത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇവർ ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും എനിക്ക് എഴുത്തിലാണ്, ഇവര് അഭിനയത്തിൽ കുറച്ചുകൂടെ കംഫർട്ട് നോക്കുന്ന ഒരാളാണ്. ഇവനങ്ങനെ ഒക്കെ നോക്കി വയ്ക്കുന്ന ഒരാളാണ്. പക്ഷെ എഴുത്ത് കുറച്ച് അധ്വാനിച്ച് എഴുതുകയും ഇവനറിയാവുന്ന കഥയായതുകൊണ്ട് ഒരു വലിയ സൗകര്യമുണ്ട്. ഇവനതിനകത്ത് ആ കഥയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിനോട് ഏറ്റവും ആ കണ്ട കാര്യങ്ങളോട് ഏറ്റവും നീണ്ടു കൊടുത്ത് നിൽക്കുക, കണ്ടതിനെ എങ്ങനെ സിനിമാറ്റിക് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. പിന്നെ വിനയ് ഓഫ് കോഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ചെറിയ പടമാണ്, ഇതുമായിട്ട് ഒരുപാട് വലിയ പൈസ മുടക്കിയിട്ടുള്ള ഒരുപാട് വലിയ താരങ്ങളുള്ള അങ്ങനെയൊന്നുള്ളൊരു പടമല്ല. ഒരു ചെറിയ സാധാരണക്കാരാണ്, നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെയുള്ള ആളുകളും അവരൊരു അഭിനയിച്ചിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെതായ രസം എനിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റായിട്ടല്ല വായിച്ചത്, ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഒരു കഥയാണ് പറഞ്ഞത്, ഇന്നപോലെ സംഭവിച്ചു, ഇന്നതാണ് ചെയ്യേണ്ടത്. എന്നോട് ഇപ്പോൾ കേട്ടപ്പോൾ നല്ല രസം തോന്നി, നന്നായിട്ട് തോന്നി. ഞാൻ ശ്രീനേട്ടൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു സിനിമ ഇതാണ്, അതെൻ്റെ ഒരു വലിയ സന്തോഷമായിരുന്നു. ഇല്ല പുള്ളിക്ക് ഇത് ഈ കഥ ഇതിനായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ടൈപ്പ് ഓഫ് ഒരു പരിപാടിയല്ല. പിന്നെ അത് കണ്ട മനസ്സിലാവും. ഇല്ലടാ, ഞങ്ങൾ അങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. അവ ആരും വന്നില്ല വിളിച്ചിട്ട്. ഇവിടെ കുറവാണല്ലോ. പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അല്ല ഇവിടെ കാണാറില്ലെന്ന് വെച്ചപ്പോ ഇവിടെ വരാൻ പലരും തൻവീടെ ചേട്ടന്റെ കല്യാണമാണ്, സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ്. അപ്പൊ അങ്ങനെ വീണ അതിന്റെ കുട്ടിയെ തിരക്കില്ലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വലിയ വിമോചകനായതുകൊണ്ടൊന്നുമല്ല, അവനൊക്കെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല. വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ എവിടെ സ്ത്രീ പ്രായം അതൊന്നും അല്ല, അവൻ നോക്കിയപ്പോൾ ഒരു സുഖമില്ല. അതാണ് അവൻ ചോദിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കും അറിയാം അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ചാൽ അത്ര ഇല്ല. നോക്കിയിട്ടാണൊരു സ്ത്രീ വന്നു, പ്രാതിനിധ്യമുണ്ട്. നീ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് നീ അവിടെ നോക്കിയിട്ട് അതെന്ന് പറഞ്ഞ ആള് വിളിക്കുന്നത്. ഞാൻ ചേട്ടാ ഇപ്പൊ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ കാലഘട്ടമാണ്. അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞു? നിന്നോട് ഞാൻ പറഞ്ഞു സിമി, എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന്. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ആപ്പ് കഴിച്ച് പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഷാറൂഖ് ഖാൻ ഗുഡ്ക പാല് പ്രൊമോട്ട് ചെയ്യുന്നത് മറ്റേ ബസത്തി എന്ന് പറയുന്നത്. ഷാറൂഖ് ഖാനോട് ചോദിക്കൂ, എന്നോടല്ലേ നിനക്കുള്ള നിനക്ക് എന്നോട് പരിചയമുള്ളോണ്ട്. ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്തിനാണ് ഇത് വിൽക്കുന്ന ഈ സാധനം? ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇത് കളിക്കുന്ന പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾക്കറിയില്ലേ? ഇനി പൈസ വരില്ല ആൾക്കാർക്ക് ഞാൻ പൈസ അത് കുറേ സ്ഥലത്ത് പോയി പറഞ്ഞായിരുന്നു. ഇത് ആപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ മലയാളത്തിലുള്ള ആപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിനുള്ള ഒരു പ്രധാന കഥാപാത്രം സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന പെൺകുട്ടി ഹിന്ദി സ്പീക്കിംഗ് ആളാണ്. അപ്പം അതുകൂടെ കൊണ്ട് ആ കേസേഹോ എന്നുള്ള രീതിയിൽ വെച്ചതാണ്. ജീവിച്ചേട്ടാ, ഇപ്പം 21 ഗാൻസിലെ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു.
അതിനുശേഷം ഇനി കണ്ടിന്യൂസ് അതുപോലത്തെ അല്ലെങ്കിൽ വേറെ കഥാപാത്രങ്ങൾ വരും എന്നുള്ളതില് പക്ഷെ വന്നില്ല. പക്ഷെ ഈ ചിത്രത്തിലെ കഥാപാത്രം കുറച്ച് ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ടാണ് വരുമെന്ന് വിചാരിച്ചതിനെ പറ്റി പറയുമ്പോഴേ ആ വേദന എനിക്ക് അറിയാം, അതുകൊണ്ട് അവനെ സഹായിച്ചതാണ്. ഞാനും ആ വഴിക്കാ വരുന്നേന്ന് തോന്നുന്നുണ്ടോ? എല്ലാ പടം കഴിയുമ്പോഴും ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കും. അങ്ങനെ ഒരുപാട് പേരൊന്നും വിളിച്ചില്ല. 21 ഗ്രാംസ് കഴിഞ്ഞിട്ട് 3 പേരെ വിളിച്ചത്, ധ്യാൻ ചേട്ടൻ അടക്കം. അതിൽ ധ്യാൻ ചേട്ടൻ പടമാണ് ചെയ്തത്. അപ്പൊ ഇത് കഴിയുമ്പോഴും കുറെ പേര് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നത്. എനിക്കൊന്ന് വിളിക്കുമായിരിക്കും തോന്നുന്നു. ഇത് 21 ഗ്രാംസ് പോലല്ല, കുറച്ച് ഫുൾ ടൈം ഒരു കോമഡി എനർജി, പിന്നെ ദിവ്യനുമായിട്ട് അല്ലേ നല്ല രസമാണ്. എന്റെ ധ്യാനം പറഞ്ഞ പോലെ ഒരു വിന്റേജ് മുകേഷ് ഡേ എന്നൊക്കെ വിളിക്കുന്ന ഒരു വിന്റേജ് മുകേഷ് ചേട്ടൻ വിളിക്കാൻ വേണ്ടി വിളിക്കുമ്പോ നീ ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വേഷമാണ്. എനിക്കൊന്ന് വർക്ക്ഔട്ട് ആവും. എന്തുകൊണ്ടാണ് വിളിക്കാതിരിക്കുന്നത്? കാരണം ധ്യാൻ ചേട്ടൻ പറയുന്നത് ജിവെ പോലെ നല്ലൊരു ആക്ടർ, ഇത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടറാണ്. ആക്ടർ ആയിട്ടില്ല, ഇത് പറയാം, അഭിനയിക്കുന്ന ഏത് കഥാപാത്രം കൊടുത്താലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണെന്ന് തെളിയിച്ചതാണ് ഓൾറെഡി. നല്ലൊരു ആങ്കറാണ്. അപ്പൊ എന്നിട്ട് ഇതുപോലെ അവസരങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു സമയമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമായിരിക്കും. ഈ പറയുന്ന പോലെ പിന്നെ പണ്ട് പോലെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ, നമുക്കാണ് സിനിമ ആവശ്യം, സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല. അപ്പൊ നമ്മളിങ്ങനെ ശ്രമിക്കുക, വരുന്നവരെ വേഷങ്ങൾ എത്രയും നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓസ്കാറിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പയ്യെ ഇങ്ങനെ പഠിച്ചു വരുവാണ്. നന്നാവുമെന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവരും കണ്ട അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നല്ലത്, ഇങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. അടുത്ത പടം വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആകെ ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ട് സത്യസന്ധമായ അഭിപ്രായം പറയുക, കുറച്ച് കൂടുതൽ പ്രേക്ഷകരിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ.